Dear students, in our previous classes we have discussed what are solutions, what are the different types of solutions, and also the various methods of expressing the concentration of solutions, right? In this class, we will discuss the solubility of solutions. ലൈനുകളുടെ ലേയത്വം എന്താണ്? We know that solute dissolves in the solvent to form the solution. സൊല്യൂട്ട് സോൾവെന്റിൽ ലയിച്ചാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഒരു നിശ്ചിത ഊഷ്മാവിൽ ഒരു നിശ്ചിത അളവ് സോൾവെന്റിൽ ലയിക്കാൻ പറ്റുന്ന മാക്സിമം അളവ് സൊല്യൂട്ടിന് കൊടുക്കുന്ന പേരാണ് solubility. As a definition, you can say it is the maximum amount of a substance or solute that can be dissolved in a specified amount of the solvent at a specified temperature. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ സ്പെസിഫൈഡ് പറഞ്ഞിരിക്കുന്നു. സോൾവെന്റ് സ്പെസിഫൈഡ് ആണ്, സോൾവെന്റിന്റെ അളവ് മാറ്റരുത്. And also temperature also must be kept constant. Okay. But as chemistry students, this is not the exact definition. So we have to go a little more deeply into the different processes taking place during the formation of the solutions. Okay. ഈ ചാപ്റ്ററിൽ solubility of liquid solutions ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താ ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? സോൾവെന്റ് എപ്പോഴും എന്തായിരിക്കും? ലിക്വിഡ് മാത്രമായിരിക്കും. അതിൽ തന്നെ 3 ക്ലാസ്സസ് ഉണ്ട്. അതിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ കാണേണ്ടത് സോളിഡ്സ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്സ്, രണ്ടാമത്തേത് ഗ്യാസസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്സ് ആണ്. ഈ സെക്ഷനിൽ ഞാൻ സോളിഡ്സ് ഡിസോൾവ്ഡ് അല്ലെങ്കിൽ സോല്യൂബിലിറ്റി ഓഫ് സോളിഡ്സ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോളിഡ്സ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പം സൊല്യൂട്ട് സോളിഡും സോൾവെന്റ് ഏതായിരുന്നു? ലിക്വിഡുമാണ്. എക്സാമ്പിളായിട്ട് സോൾട്ട് ഇൻ വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ ഒക്കെ. ഇവിടെ ഞാനൊരു ബീക്കറിൽ 100 ml വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് നന്നായി സ്റ്റിർ ചെയ്യുന്നു. സോ ദാറ്റ് ഐ എം പ്രിപ്പയറിംഗ് എ സോൾട്ട് സൊല്യൂഷൻ. സോ ഈ ഒരു സോൾട്ട് സൊല്യൂഷൻ ഫോർമേഷൻ്റെ വിവിധ സ്റ്റെപ്പുകളെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, ഞാൻ 100 ml വെള്ളമാണ് എടുത്തിരിക്കുന്നത്. സോ ദ എമൗണ്ട് ഓഫ് ദ സോൾവെന്റ് ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ സോൾട്ട് ആഡ് ചെയ്തു. നന്നായി ഇളക്കി നോക്കി, ലയിക്കുന്നുണ്ട്. രണ്ടാമത്തെ സ്പൂൺ ആഡ് ചെയ്തു, ലയിക്കുന്നുണ്ട്. സോ അത്തരത്തിൽ കൂടുതൽ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ ലയിക്കുന്നുണ്ടെങ്കിൽ അത്തരം സൊല്യൂഷൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അല്ലേ? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് വിളിക്കുക. അതായത് കൂടുതൽ മോർ ആൻഡ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് ഫർദർ ഡിസോൾവിങ് ദാറ്റ് കണ്ടീഷൻ. ഞാൻ 3ാമത് 1 സ്പൂൺ ആഡ് ചെയ്തു, ലയിച്ചു. പക്ഷെ 4ാമതൊരു സ്പൂൺ ആഡ് ചെയ്ത് ലയിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ടത് അടിയിൽ കുറച്ച് ഭാഗം മാത്രം ലയിക്കാതെ അടിഞ്ഞു കിടക്കുന്നു. സോ വാട്ട് ഇസ് ദ നെയിം ഓഫ് സച്ച് എ കണ്ടീഷൻ? അതായത് കുറച്ച് ഭാഗം ലയിക്കാതെ, അതായത് ഇനി അങ്ങോട്ടേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്താൽ തീരെയും ലയിക്കാത്ത ഒരവസ്ഥ. നോ മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വിൽ ഫർദർ ഡിസോൾവ്. സച്ച് എ സൊല്യൂഷൻ ഹാസ് എ നെയിം നോൺ ആസ് വാട്ട്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇപ്പൊ നോക്കാൻ ഞാൻ 2 പേരാണ് പറഞ്ഞത്. വൺ ഇസ് നോൺ ആസ് വാട്ട്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് ദി അതർ ഇസ് നോൺ ആസ് വാട്ട്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, വൺസ് അഗെയിൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇതിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡായി പഠിക്കേണ്ടത്. സോ ഐ എം അഗെയിൻ കൺസിഡറിങ് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ മലയാളത്തിലെ പൂരിത ലായനികൾ എന്ന് പറയും. സോ ഞാൻ സൊല്യൂട്ട് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പം എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ലയിക്കുക എന്നുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ലയിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്സൊല്യൂഷൻ. ഒരിക്കൽ കൂടി ഡിസ്സൊല്യൂഷൻ, ലയിക്കുന്നു. ദിസ് ഇസ് ദ ഫോർവേഡ് പ്രോസസ്. അങ്ങനെ ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ കുറച്ച് പാർട്ടിക്കിൾസ് സൊല്യൂഷനുള്ളിലേക്ക് പോയി ലയിച്ചു വരുന്നു. അങ്ങനെ ലയിച്ച പാർട്ടിക്കിൾസ് ലയിക്കാത്ത സോളിഡ് സൊല്യൂട്ട് പാർട്ടിക്കിൾസുമായി കൂട്ടിയിടിക്കും. ആരൊക്കെ തമ്മിലാണ് കൂട്ടിയിടിക്കുന്നത്? ലയിച്ച സൊല്യൂട്ട് പാർട്ടിക്കിൾസും ലയിക്കാത്ത സൊല്യൂട്ട് പാർട്ടിക്കിൾസും തമ്മിൽ
കൂട്ടിയിടിക്കും. They will collide with each other. As a result of that collision, a new thing will happen. എന്തായിരുന്നു അത്? Some of the dissolved solute particles will come out of the solution. They will separate out of the solution. സൊല്യൂഷനിൽ നിന്നും പുറത്തേക്ക് വരും. That process is known as what? Crystallization. അതിനാണ് crystallization എന്ന് പറയാം. Crystallization is the opposite of what? Dissolution. അല്ലേ? നമ്മൾ ലയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്നും they are separating out. At the beginning there is only dissolution. തുടക്കത്തിൽ dissolution മാത്രമേ ഉള്ളൂ. Dissolution കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്? Crystallization തുടങ്ങുക. So during the formation of the solution dissolve ചെയ്ത് solution ആകുമ്പോൾ ഈ രണ്ട് പ്രോസസ്സും നമുക്ക് അവിടെ ഇമാജിൻ ചെയ്യാം. There will be what? Dissolution as well as there will be what? Crystallization. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ആ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ പ്രാധാന്യം പറയേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു സാച്ചുറേറ്റഡ് എന്തായിരുന്നു? നോ മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വിൽ ഫർദർ ഡിസോൾവ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ക്ലിയർ ആക്കാം. എന്താണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എത്തുമ്പോൾ ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഫോർവേഡ് പ്രോസസ്. അല്ലേ? ഫോർവേഡ് പ്രോസസ് അല്ലേ? becomes equal to the rate of crystallization, which is the backward process. Saturated solution forward process inde തോതും backward process inde തോതും തുല്യമാവുന്നു. So ഇനി പുതിയൊരു ഐഡന്റിറ്റി ആയി. That is saturated solution. Okay. So saturated solution കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആക്കാം. In the saturated solution, no more amount of solute will further dissolve and the rate of dissolution becomes equal to rate of crystallization. ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു റേറ്റ് രണ്ടും തുല്യമാവുന്ന പ്രോസസ്സുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. ഇക്വിലിബ്രിയം എന്നൊരു ചാപ്റ്റർ തന്നെ അതിനു വേണ്ടി നമുക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? When the rates of forward process and backward process become the same, then you can say that that process has reached a state of equilibrium. ഒരു സന്തുലനാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. Then എങ്ങനെയുള്ള ഇക്വിലിബ്രിയമാണ്? It is known as what? A dynamic equilibrium എന്നാണ് പറയുക. What is the name of that equilibrium? Dynamic equilibrium. എന്തുകൊണ്ടാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? What is meant by dynamic equilibrium? Dynamic means which is not static. പുറമേ നിന്ന് നോക്കുമ്പോൾ അതായത് ഡിസോൾവ് ചെയ്യുന്നത് നിന്നു എന്ന് നമുക്ക് തോന്നുന്നു എന്നേ ഉള്ളൂ. ബട്ട് ആക്ച്വലി ഇറ്റ് ഹാസൻ സ്റ്റോപ്ഡ്. നിന്നിട്ടില്ല. The number of particles which are going into the solution will be the same as the number of solute particles coming out of the solution, separating out of the solution. Those number will be the same. As a result, what happens? The concentration, the term concentration of the solution remains constant. There occurs what? Constant concentration. ഏതില്? In the saturated solution. In the saturated solution, there will be constant concentration. Okay. So once again, dynamic equilibrium എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു വിഷ്വലും നോക്കാം. എന്തായിരുന്നു? ഇൻ ദ ഡൈനാമിക് ഇക്വിലിബ്രിയം, അതായത് ബക്കറ്റിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം വാട്ടർ ഇസ് വാട്ട്? ഗോയിങ് ഔട്ട് ഓഫ് ദ ബക്കറ്റ്. ഒരേ റേറ്റിലാണ് വെള്ളം ബക്കറ്റിൽ വീഴുന്നതും ബക്കറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും. അറ്റ് ദ സെയിം റേറ്റ്. So this is an example of what? This is the best example of the dynamic equilibrium. So ഒരിക്കൽ കൂടി നമ്മുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. In the saturated solution, the rate of dissolution is equal to rate of crystallization. അല്ലേ? കണക്ട് ചെയ്തു. There occurs what? A dynamic equilibrium and the concentration remains constant. Concentration remains constant. അങ്ങനെ കോൺസ്റ്റന്റ് ആവുന്ന കോൺസെൻട്രേഷന് കൊടുക്കുന്ന പേരാണ് സോല്യൂബിലിറ്റി. എന്തായിരുന്നു? ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ടാവുമ്പോൾ അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന കോൺസെൻട്രേഷന് കൊടുക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ സോല്യൂബിലിറ്റി. ദാറ്റ് ഈസ് ദ എക്സാക്ട് ഡെഫിനിഷൻ ഫോർ സോല്യൂബിലിറ്റി. സോ നമുക്ക് ഡെഫിനിഷൻ ഒന്നുകൂടി ക്ലിയർ ആക്കാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, സ്പെസിഫൈഡ് ടെമ്പറേച്ചർ, solubility is defined as the concentration of the saturated solution which is in dynamic equilibrium. Clear? So solute plus solvent, reversible solution. This is the reversible sign. ഇത്രയുമാണ് സോല്യൂബിലിറ്റിയെ കുറിച്ച്
സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിൻ്റെ സോല്യൂബിലിറ്റിയിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സോല്യൂബിലിറ്റി ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ഏതൊക്കെ ഘടകങ്ങളാണ് സോല്യൂബിലിറ്റിയെ സ്വാധീനിക്കുന്നത്? വിൽ സി വൺ ബൈ വൺ. ഫസ്റ്റ് ഇസ് the nature of the solute and the solvent. Second, temperature. And third is what? Pressure. Nature of the solute and solvent. അതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് നേരിട്ട് പോകുന്നതിന് മുമ്പ് എക്സാമ്പിൾ പറയുന്നതാണ് നല്ലത്. നമുക്കറിയാം, ഉപ്പ് വെള്ളത്തിലേക്കും പഞ്ചസാരയും വെള്ളത്തിലേക്കും ഏതാ കൂടുതൽ ലയിക്കുക? ഉപ്പാണോ പഞ്ചസാരയാണോ? അറിയോ? നന്നായി ലയിക്കുന്നത് ഉപ്പ് തന്നെയാണ്. കൃത്യമായി കണക്ക് പറയാം. ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തു, അതിൽ 5.8 മോൾ ഉപ്പ് ലയിക്കും. അതേ സ്ഥാനത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 3.8 മോൾ പഞ്ചസാരയെ ലയിക്കുള്ളൂ. സോ വിച്ച് ഇസ് മോർ സോല്യൂബിൾ? സോൾട്ട്. ഉണ്ടോ സോല്യൂബിലിറ്റിയിൽ വ്യത്യാസം? എങ്ങനെയാണ് സംഭവിച്ചു? ഓർ വാട്ട് ഇസ് ദ റീസൺ? സെക്കൻഡ് എക്സാമ്പിൾ, അയോഡിൻ എടുത്തു. അയോഡിൻ I2, അതിനകത്ത് കോവാലന്റ് ബോണ്ടേ ഉള്ളൂ. നാഫ്തലിൻ ബോൾസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കാം, ഡിസോൾവ് ചെയ്യില്ല. പകരം ഞാൻ അത് ബെൻസീനിലിട്ട് നോക്കി, ഈതറിലിട്ട് നോക്കി, നന്നായി ലയിക്കും. കണ്ടോ? സോ ഇവിടെ ഞാൻ 2 വ്യത്യസ്ത കമ്പാരിസൺ ആണ് കൊടുത്തത്. എന്തായിരുന്നു? സോഡിയം ക്ലോറൈഡ് ഉപ്പും വെള്ളവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൊടുത്തു. ദെൻ ഇതിനെ എന്തുമായി കമ്പയർ ചെയ്തു? അയോഡിൻ നാഫ്തലിനുമായിട്ട് കമ്പയർ ചെയ്തു. ഒരിക്കൽ കൂടി നമുക്ക് ഉപ്പും പഞ്ചസാരയിലേക്ക് പോവാം. സോഡിയം ക്ലോറൈഡ് NaCl ആണ് അല്ലേ? സോഡിയം ക്ലോറൈഡ് Na+Cl- ആണ്. ഇറ്റ് ഇസ് പ്യുവർലി അയോണിക്. അയോണിക് എന്ന് പറഞ്ഞാൽ ഹൈലി പോളാർ ആണ്. പോളാർ പ്ലസ് മൈനസ് ചാർജസ് ദർ. പോളാർ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് ഇസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. എന്തുകൊണ്ടാണ്? വാട്ടർ ഇസ് ഓൾസോ പോളാർ. Δ-, Δ+, പോളാർ സോൾവെന്റ് വിത്ത് വെരി ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഷുഗർ ആണെങ്കിലോ ഇറ്റ് ഈസ് ഓൾസോ പോളാർ, ബട്ട് ഇറ്റ് ഈസ് ലെസ് പോളാർ. കാരണം എന്താ? ഇറ്റ് ഈസ് കോവാലന്റ്. പ്യുവർലി എ കോവാലന്റ് സോളിഡ് ആണത്. സോ ഇറ്റ് ഈസ് ലെസ് സോല്യൂബിൾ ഇൻ വാട്ടർ ദാൻ സോഡിയം ക്ലോറൈഡ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? വൺ ഇസ് മോർ പോളാർ. ഏത്? അയോണിക് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് ഇസ് മോർ പോളാർ, വെറാസ് sugar covalent is less polar. So depending upon the difference in the polarity, dissolution is different. ലയിക്കുന്നത് വ്യത്യാസം വന്നിരിക്കുന്നു. And that difference depends upon their chemical similarity. കൂടുതൽ പോളാർ ആയത് വാട്ടറിനോട് കൂടുതൽ കെമിക്കലി സിമിലറാണ്. ലെസ് പോളാർ ആയത് ലെസ് കെമിക്കൽ സിമിലാരിറ്റി ആണ് വന്നിരിക്കുന്നത്. സിമിലർലി അയോഡിൻ ആൻഡ് നാഫ്തലിൻ അത് നോക്കാം. അയോഡിൻ ആൻഡ് നാഫ്തലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോളാർ. സിംഗിൾ ബോണ്ട് എവിടെയെങ്കിലും ചാർജ് കൊടുക്കാനുണ്ടോ? ഇല്ല. സോ ചാർജ് ഇല്ലാത്ത ബെൻസീൻ, ഈതർ, അതാണ് നോൺ പോളാർ സോൾവെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നന്നായിട്ട് ലയിക്കും. അപ്പം നമുക്ക് പ്രിൻസിപ്പിളിലേക്ക് പോകാലോ ഇനി, അല്ലേ? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ? എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? പോളാർ കോമ്പൗണ്ട്സ് ആർ സോല്യൂബിൾ, അല്ലേ, ഇൻ പോളാർ സോൾവെന്റ്സ്, ആൻഡ് നോൺ പോളാർ കോമ്പൗണ്ട്സ് ആർ സോല്യൂബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ്സ്. പോളാർ കോമ്പൗണ്ട്സ് പോളാറിലും ലയിക്കും, നോൺ പോളാറിലാണെങ്കിൽ നോൺ പോളാറിലും ലയിക്കും. നോൺ പോളാർ കോമ്പൗണ്ട്സ് വിൽ ബി സോല്യൂബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ്സ്. സോ ആസ് എ പ്രിൻസിപ്പിൾ യു ക്യാൻ റൈറ്റ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. എന്താ അതിനർത്ഥം? ഒരുപോലെയുള്ള സബ്സ്റ്റൻസ്, കെമിക്കലി സിമിലർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അതുപോലെയുള്ള സബ്സ്റ്റൻസിലേ ലയിക്കുള്ളൂ. സോ ഡിസൊല്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? കെമിക്കൽ സിമിലാരിറ്റി. ഓക്കെ, സോ ദിസ് ഇസ് ദ നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് ആൻഡ് ദി സോൾവെന്റ്. നൗ നെക്സ്റ്റ് ഇസ് ടെമ്പറേച്ചർ ആണ്. രണ്ടാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഫാക്ടർ പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം, ഇത് സാച്ചുറേറ്റഡ് സൊല്യൂഷനിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ തൊട്ടടുത്തായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ട്. ഡൈനാമിക് ഇക്വിലിബ്രിയം, ടെമ്പറേച്ചർ, അത് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരേണ്ടത് ഏത് പ്രിൻസിപ്പിളാണ്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഇക്വിലിബ്രിയം വന്നോ പിന്നെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ചിന്തിച്ചേ മതിയാവും. എന്തായിരുന്നു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഇക്വിലിബ്രിയത്തിൽ എത്തിയിരിക്കുന്ന ഏതൊരു സിസ്റ്റത്തിലെയും ഇക്വിലിബ്രിയം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ സിസ്റ്റം അത് ഏത് വിധേനയും തടയും എന്നുള്ളതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, അല്ലേ? ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് ആണ് പറയുന്നത്. സോ ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം ദർ ഫോളോസ് വിച്ച് പ്രിൻസിപ്പിൾ? ദ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ടെമ്പറേച്ചറിന് ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ നടക്കുന്ന
റിയാക്ഷൻ ഒന്നുകിൽ എൻഡോതെർമിക് ആയിരിക്കണം അല്ലെങ്കിൽ എക്സോതെർമിക് ആയിരിക്കണം. അതായത് ഹീറ്റ് ചേഞ്ച് നിർബന്ധമായും വേണമെന്ന്. ഹീറ്റ് ചേഞ്ച് മീൻസ് എൻഡോതെർമിക്കിൽ ഹീറ്റ് എനർജി ഇസ് അബ്സോർബ്ഡ് ആൻഡ് എക്സോതെർമിക്കിൽ ഹീറ്റ് എനർജി ഇസ് വാട്ട്? ലിബറേറ്റഡ്. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ, അതായത് എൻഡോതെർമിക് ആണ് പ്രോസസ് എങ്കിൽ, ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ എച്ച് സൊല്യൂഷൻ എന്നതിൻ്റെ വാല്യൂ, ഇഫ് ഇറ്റ് ഈസ് എൻഡോതെർമിക് ഇറ്റ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്, ഗ്രേറ്റർ ദാൻ 0. എക്സോതെർമിക് ആണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്, ദാറ്റ് ഇസ് വാട്ട്? ലെസ് ദാൻ 0. Again, if the forward process is endothermic, എന്നോട് ഞാൻ സ്ട്രെസ് ചെയ്യാണ്, if the forward process is endothermic, then the backward process will be exothermic. തിരിച്ചും, if the forward process is exothermic, then the backward process will be endothermic. ഇനി, if you are increasing the temperature, ഇങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക? ബൈ ഹീറ്റിംഗ് ദ സിസ്റ്റം. ഇക്വിലിബ്രിയം സിസ്റ്റം. എന്താ ഇക്വിലിബ്രിയം ചെയ്യുക? സിസ്റ്റം ഹീറ്റ് കൂടുതലായി അവിടെ ഇൻക്രീസ് ചെയ്ത ഹീറ്റ് എനർജിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. എങ്ങനെ? കൂടുതൽ വന്ന ഹീറ്റ് എനർജിയെ വലിച്ചെടുക്കുന്ന പ്രോസസ്സാണ് എൻഡോതെർമിക് പ്രോസസ്. സോ ഏത് ഭാഗത്തേക്കാണോ റിയാക്ഷൻ എൻഡോതെർമിക് ആയിരിക്കുന്നത് ആ ഭാഗത്തേക്ക് റിയാക്ഷൻ ഫാസ്റ്റർ റേറ്റിൽ നടക്കും. തിരിച്ച് സിസ്റ്റം കൂൾ ചെയ്താൽ, കൂടുതൽ തണുപ്പിച്ചു, അവിടെ ഹീറ്റ് എനർജി കുറച്ചു, അതിനനുസരിച്ച് എക്സോതെർമിക് ഏത് ഭാഗത്തേക്ക് നടക്കുന്നു അത് ഫാസ്റ്റർ റേറ്റിൽ നടക്കും. ഇതാണ് പ്രിൻസിപ്പിൾ. ഇനി നമുക്കത് ഡിസൊല്യൂഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഉപ്പ് വെള്ളത്തിൽ നന്നായി ലയിക്കും. ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ ഉപ്പെടുത്ത് നന്നായി ഡിസോൾവ് ചെയ്ത് അതിൻ്റെ താഴെ ഒന്ന് പിടിച്ചു നോക്കുക. ഗ്ലാസ് നന്നായി തണുത്ത് വരുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഗ്ലാസ് തണുക്കുന്നത്? ബിക്കോസ് അവിടെ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുക എന്നുള്ള പ്രോസസ് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. ദാറ്റ് ഈസ് എൻഡോതെർമിക്. ഓക്കെ, അധിക സോൾട്ടുകളും വെള്ളത്തിൽ ലയിക്കുന്നത് എൻഡോതെർമിക് വേയിലാണ്, അതായത് ഹീറ്റ് വലിച്ചെടുത്തുകൊണ്ടാണ്, അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. സോ ഹിയർ ദ ഫോർവേഡ് ലയിക്കുക എന്ന് പറയുന്ന പ്രോസസ്, ഫോർവേഡ് പ്രോസസ് ഇസ് വാട്ട്? എൻഡോതെർമിക്. അഗെയിൻ ഫോർവേഡ് പ്രോസസ് ഇസ് എൻഡോതെർമിക്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് ചൂടാക്കി. നല്ലതാണോ? അതായത് കൂടുതൽ ലയിക്കും. എന്താ കാര്യം? സിസ്റ്റം ചൂടാക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്ന ഹീറ്റ് എനർജിയെ സിസ്റ്റം എന്തായിരുന്നു? അബ്സോർബ് ചെയ്യാനാണ് നോക്കുക. അബ്സോർബ് ചെയ്യുന്ന പ്രോസസ് ഏതാണ്? ഡിസൊല്യൂഷൻ പ്രോസസ് ആണ്. ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഫോർവേഡ് പ്രോസസ്. അപ്പോൾ കൂടുതൽ സോൾട്ട് ഡിസോൾവ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ഐ ക്യാൻ സേ ദാറ്റ് ഇഫ് ദ ഡിസൊല്യൂഷൻ, that is the forward process, is endothermic, delta H solution greater than 0, solubility increases with increase in temperature. Very important. Solubility increases if it is endothermic. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു അധിക സോൾട്ടുകളും. സോ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ് എക്സെട്ര. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ്, ലിത്തിയം കാർബണേറ്റ്. സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മുടെ കൊല്ലം ലാബിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന സബ്സ്റ്റൻസ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് പെല്ലറ്റ്സ് ഇതുപോലെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഡിസോൾവ് ചെയ്ത് നമ്മളൊന്ന് പിടിച്ചു നോക്കിയാൽ കാണാം. ടെസ്റ്റ് ട്യൂബിൽ എൻ്റെ അടിഭാഗം ഒന്ന് തൊട്ട് നോക്കിയാൽ കാണാം. ടെസ്റ്റ് ട്യൂബ് ബിക്കംസ് മോർ ആൻഡ് മോർ വാമർ, ചൂടായി വരുന്നതായിട്ട് കാണാം. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെയും ഡിസൊല്യൂഷൻ നടക്കുന്നുണ്ട്, ലയിക്കുന്നുണ്ട്. പക്ഷെ ഡിസൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ഹീറ്റ് എനർജി ഡ്യൂറിംഗ് ദ ഡിസൊല്യൂഷൻ പ്രോസസ് ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ്, എക്സോതെർമിക. സോ ഇൻ ദാറ്റ് ഡിസൊല്യൂഷൻ ദ ഫോർവേഡ് പ്രോസസ് ഇസ് വാട്ട്? എക്സോതെർമിക്. അപ്പോൾ ഞാൻ ഹീറ്റ് ചെയ്യുന്നത് കൊണ്ട്, ആ ഇക്വിലിബ്രിയം സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഡിസൊല്യൂഷൻ കൂടുതൽ ഫാസ്റ്റർ റേറ്റിൽ നടക്കുമോ? ഇല്ല. ബിക്കോസ് ഹീറ്റ് ചെയ്യുമ്പോൾ എൻഡോതെർമിക് പ്രോസസ്സേ ഫാസ്റ്റർ റേറ്റിൽ നടക്കുള്ളൂ. ഇവിടെ ഫോർവേഡ് പ്രോസസ് ആയിട്ടുള്ള ഡിസൊല്യൂഷൻ ഏത് പ്രോസസ്സാണ്? എക്സോതെർമിക് ആയി പോയി. സോ വാട്ട് ഹാപ്പൻസ്? വാട്ട് യു ക്യാൻ സേ? ഇഫ് ദ ഡിസൊല്യൂഷൻ പ്രോസസ് ഇസ് എക്സോതെർമിക്, if it is exothermic, solubility decreases with increase of temperature. Solubility decreases with increase of temperature. എന്തായിരുന്നു എക്സാമ്പിൾസ്? സോഡിയം ഹൈഡ്രോക്സൈഡ് കൊടുക്കാം, ലിത്തിയം കാർബണേറ്റ് കൊടുക്കാം. ഓക്കെ അല്ലേ?
Now the last term, it is effect of pressure. പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്താണ്? പ്രഷറിൻ്റെ ഇഫക്റ്റ് പറയുമ്പോൾ നമുക്ക് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് ഒന്ന് കമ്പയർ ചെയ്യണം. അതിൻ്റെ ക്ലോസ് പാക്കിംഗ്. സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ വെരി ഹൈലി പാക്ഡ് ആൻഡ് ദ ഗ്യാസസ് ആർ വെരി ലൂസ്ലി പാക്ഡ്. അല്ലേ? ക്ലോസ് പാക്കിംഗ് നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടു. നിങ്ങൾ സോളിഡ്സ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സോ ക്ലോസ് പാക്കിംഗ് വളരെ കുറവുള്ളത് ഗ്യാസസിലാണ്. സോ ഗ്യാസ് മോളിക്യൂൾസ് അവർ തമ്മിലുള്ള അകലം വളരെ കൂടുതലായതുകൊണ്ട് ദേ ക്യാൻ ബി ഈസിലി കംപ്രസ്ഡ്. നമുക്കതിനെ അടുപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് അങ്ങനെയാണോ? സോളിഡ്സ് ഒട്ടുമല്ല. സോ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ പ്രാക്ടിക്കലി ഇൻകംപ്രസിബിൾ ഓർ ഹൈലി ഇൻകംപ്രസിബിൾ. കംപ്രസ് ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ pressure doesn't have any significance on the solubility of solids in liquids. ഒന്ന് സോളിഡ് ആണ്, മറ്റേത് ലിക്വിഡ് ആണ്. സോ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ മർദ്ദത്തിന് സോലിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സിനായിട്ട് ഒരു സ്വാധീനവും ഇല്ല. സോ ഇത്രയുമാണ് സോലിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.